2024 പൊതു തെരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷമാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം പകുതിയിലധികം ആളുകൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. 2024 ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നത് ബംഗ്ലാദേശിലാണ്, ജനുവരി 4-ന്. ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയിൽ ഈ വർഷാവസാനത്തോടെ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ റഷ്യ, വെനസ്യൂള, മെക്സിക്കോ, ഇന്തോനേഷ്യ, ഇങ്ങനെ കുറേ രാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടന്നു. അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനാധിപത്യമാണ്. അവിടെ സ്വതന്ത്രമായിട്ട് അവിടുത്തെ ഭരണാധികാരിയെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇത് ഒരുപോലെ ശരിയല്ല എന്ന് പല ജനാധിപത്യ സൂചികകളും പല പഠനങ്ങളും നമ്മളോട് പറയുന്നു. ജനാധിപത്യ സൂചിക അല്ലെങ്കിൽ ഡെമോക്രസി ഇൻഡെക്സ് അനുസരിച്ച് രാജ്യങ്ങളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് വളരെ ഫ്രീ ആയിട്ട് വളരെ നല്ല രീതിയിൽ ജനാധിപത്യം നടക്കുന്ന രാജ്യങ്ങൾ, അതിൻ്റെ മറ്റേ സൈഡിൽ തീവ്രമായ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നതാണ് അതിൻ്റെ മറു സൈഡ്. അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ആ വഴിക്ക് പോയിട്ടില്ല. തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ സ്വേച്ഛാധിപത്യമാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഈ തീവ്ര സ്വേച്ഛാധിപത്യമുള്ള രാജ്യങ്ങൾ പട്ടികയിലുള്ളത്, അതായത് ഈ ഡെമോക്രസി ഇൻഡെക്സിൻ്റെ ജനാധിപത്യ സൂചികയുടെ പട്ടികയിലുള്ളത് നമ്മുടെ കമ്മ്യൂണിസം അരങ്ങ് തകർക്കുന്ന ഉത്തര കൊറിയ, ചൈന, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ, യമൻ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും ജനാധിപത്യം ഇല്ലാത്ത തീവ്ര സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ. ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും നല്ല ജനാധിപത്യമുള്ളത് എവിടെയാണ്? ഏറ്റവും നല്ല ജനാധിപത്യമുള്ളത് ഡെൻമാർക്ക്, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെയാണ് ഈ സൂചിക അനുസരിച്ച്. പല കാര്യങ്ങളിലുള്ള പഠനങ്ങൾ നടത്തിയ ശേഷം വർഷങ്ങളായിട്ട് പറയുന്നതാണ്. നമ്മുടെ അടുത്തുള്ള ഈ വർഷം ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന ബംഗ്ലാദേശ് 71 72 ഒക്കെ ആയിട്ട് സൂചികയിൽ നിൽക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ജനാധിപത്യം നല്ല ജനാധിപത്യമാണോ അതോ വികലമായ ജനാധിപത്യമാണോ? കഴിഞ്ഞ വർഷം 2023 സൂചിക വന്നപ്പോൾ വലിയ കോലാഹലം ഇവിടെ ഉണ്ടായി. നമുക്ക് ഇന്ത്യയുടേതായൊരു സൂചിക, ജനാധിപത്യ സൂചിക ഉണ്ടാവണം. ഈ പുറത്തുള്ള കക്ഷികൾ പറയുന്ന സൂചികയിലുള്ളതൊന്നും ശരിയല്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഒരു തിങ്ക് ടാങ്കിനെ അതിനുവേണ്ടി ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ആദ്യകാലത്ത്. പ്രധാനമായിട്ടും 4 കക്ഷികളാണ് ഈ സൂചികകൾ പുറത്തുവിടുന്നത്. ഒന്ന് സ്വീഡനിലുള്ള ഒരു ഏജൻസി, 2 അമേരിക്കയിലുള്ളൊരു ഏജൻസി, പിന്നെ ഇംഗ്ലണ്ടിലുള്ള ഏജൻസി. അങ്ങനെയാണ് ഇത് പുറത്തുവിടുന്നത്. ഡെമോക്രസി ഇൻഡെക്സ് പല പേരിൽ. അപ്പോൾ ഇന്ത്യയെ ഇവരെല്ലാം വിലയിരുത്തിയിരിക്കുന്നത് ഫ്ലോ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വികലമായ ഒരു ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ പാർട്ട്ലി ഫ്രീ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ സ്വതന്ത്രരല്ല. ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല അളവ് പോലെന്ന് പറയുന്നത് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായിട്ടും ഓപ്പണായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷണം. 2 ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്ക് സംഘടനകൾ ഉണ്ടാക്കാം, സംഘടനകളിൽ പ്രവർത്തിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ സംഘടനകളിൽ പ്രവർത്തിക്കുക, അപ്പോൾ അതിനൊരു പ്രശ്നമൊന്നുമില്ല, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യ ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ്. ലോകത്ത് ഏകദേശം 35 രാജ്യങ്ങളേ ഉള്ളൂ ഒരു നല്ല ജനാധിപത്യമുള്ളൂ. ബാക്കി ഏകദേശം 45ഓളം വളരെ വികലമായ ജനാധിപത്യമുള്ളതാണെന്നാണ് ഈ പറഞ്ഞ 3-4 സർവേ നടത്തുന്ന ഏജൻസികൾ പറയുന്നത്. ലോകത്ത് ഏറ്റവും നല്ല ജനാധിപത്യമുള്ള രാജ്യങ്ങൾ നമ്മൾ കണ്ടു, ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഒക്കെ. അതേസമയം മറ്റേ സൈഡിൽ തീവ്ര സ്വേച്ഛാധിപത്യമുള്ള രാജ്യങ്ങളും നമ്മൾ കണ്ടു. കമ്മ്യൂണിസമുള്ള ഉത്തര കൊറിയ, ചൈന, സൗദി അറേബ്യ, ഖത്തർ, യമനൊക്കെ ആ സൈഡ് നിൽക്കുന്നു. ഇന്ത്യ ഏതായാലും പൂർണ്ണമായിട്ടും ജനാധിപത്യമല്ല എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞതിന് ശേഷം ഇലക്ഷൻ നടന്നു.
പക്ഷേ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടുമാണ് ഇലക്ഷൻ നടന്നതെന്നുള്ളതും ആ ഇലക്ഷനെ പറ്റിയുള്ള പരാതികളൊക്കെ കോടതികൾ വരെ ചലഞ്ച് ചെയ്തിട്ട് പോലും കോടതികളും അതെല്ലാം പരിശോധിച്ച ശേഷം ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു ഇന്ത്യയിലെ ജനാധിപത്യ സൂചികയും ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു നിലവാരവും നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലും അതുപോലെ ഇംഗ്ലണ്ടിലുമൊക്കെ പോയിട്ട് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇപ്പോഴത്തെ ഇന്ത്യ ഉണ്ടായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ഇന്ത്യയോട് ചേർന്നപ്പോഴാണ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഉണ്ടായത്. ആ അർത്ഥത്തിൽ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഒരു യൂണിയൻ ആണ് എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിളിലും ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. പക്ഷേ അതിൽ കൂടെ ഭാരതം എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞതെങ്കിലും നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം വികലമാണെങ്കിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ വൈകല്യമല്ലേ ഈ ഒരു ആകത്തുക ആയ ഇന്ത്യയുടെ ജനാധിപത്യം വികലമാകാൻ കാരണമെന്ന് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ കുറേയധികം കാലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച, അതിനുശേഷം ഇപ്പോൾ മമതാ ബാനർജി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക സ്ത്രീ സാന്നിധ്യം ആണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ബംഗാളിലെ ജനാധിപത്യം എങ്ങനെയാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലോ. അപ്പോൾ അവിടുത്തെ ജനാധിപത്യവും ഇന്ത്യയുടെ ഈ ഒരു ജനാധിപത്യ സൂചികയുടെ സ്കോറിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അവിടെ അടുത്ത കാലത്ത് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ കുറച്ച് പേര് കൂടി ബലാത്സംഗം ചെയ്ത് ദാരുണമായിട്ട് കൊന്നു എന്നുള്ളതിനെ പറ്റി അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഫ്രീഡം ഓഫ് അസോസിയേഷൻ അവർ സമരം ചെയ്യുന്നു. ആ സമരക്കാരെ നശിപ്പിക്കാൻ വേണ്ടി രാത്രി അവിടെ പാർട്ടിക്കാർ ചെല്ലുന്നു, അല്ല ആരോ ചെല്ലുന്നു. അവിടെ ജനാധിപത്യം ഉണ്ടോ? അതുപോലെ അവിടുത്തെ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പോലീസ് നോട്ടീസ് അയക്കുന്നു, എല്ലാവർക്കും എതിരെ കേസെടുക്കാൻ പോകുന്നു എന്നുള്ളൊരവസ്ഥ ഇന്നുണ്ട്. നമ്മൾ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബംഗാളിലെ ഈ ബലാത്സംഗത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുമെന്ന് അവിടുത്തെ മമതാ ബാനർജിയുടെ കീഴിലുള്ള പോലീസ്, മമതാ ബാനർജി നിയന്ത്രിക്കുന്ന പോലീസ് പറയുകയാണ്. അപ്പോൾ അവിടെ എന്ത് ജനാധിപത്യമാണ് അവിടെ ഉള്ളത്? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ടോ? അവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഘടിച്ച് ഈ ഒരു കാര്യം ഇനി ഉണ്ടാകരുത്, ഇത് നന്നായിട്ട് അന്വേഷിക്കണം, പ്രതികളൊക്കെ പിടിക്കണമെന്ന് പറയുന്ന ഡോക്ടർമാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങിയിട്ട് പ്രകടനം നടത്തുന്നു, അവരുടെ തന്നെ ഭരണം മോശമാണ് എന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചു പറയുന്നു. അപ്പോൾ അത്രയും വികലമായ ഒരു ജനാധിപത്യം ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിലെ ഒരു പ്രധാന സ്റ്റേറ്റിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സൂചിക താഴെ പോകും. ഇനി അടുത്തൊരു സംസ്ഥാനം നമ്മുടെ കേരളം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നു. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും എന്താ പറയുക, അതാണ് ഇവിടുത്തെ നമ്മുടെ ഭരണത്തിൻ്റെ ഒരു മുഖമുദ്ര. അതേസമയം ഈ ഒരു കാര്യത്തെപ്പറ്റി, ഇവിടുത്തെ അഴിമതിയെപ്പറ്റി കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഈ ദുരിതാശ്വാസ നിധിയിലെ അഴിമതി, മറ്റ് അഴിമതികളെ പറ്റിയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുമെന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഇവിടുത്തെ ജനാധിപത്യം വികലമല്ലേ? അതുപോലെ ഈ ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ശാസ്ത്രജ്ഞർ അവിടേക്ക് പോകാൻ പാടില്ല. ശാസ്ത്രത്തിന് പോകാൻ പാടില്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ വളരെ വികലമായ ജനാധിപത്യം ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടല്ലേ ഇന്ത്യയുടെ ജനാധിപത്യ സൂചിക വളരെ താഴ്ന്ന് ഇപ്പോൾ നിൽക്കുന്നത്?